തെരഞ്ഞെടുപ്പ് ചൂട് കൂടി വരികയാണ്. എല്ലാവർക്കും എന്തൊക്കെ പ്രതീക്ഷകളാ? കേരളം ആരെടുക്കുന്നു? കാത്തിരുന്ന് കാണും. തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ആരുടെ മുഖം ഓർമ്മ വരുന്നത്? എന്ത് ചോദ്യമാണല്ലേ അത്! പിന്നെ നമ്മുടെ സുരേഷ് ഗോപിജിയുടെ മുഖല്ലേ? എത്ര വർഷമായി പാവം തൃശ്ശൂരൊന്ന് പൊക്കാൻ പെടാപ്പാട് പെടുന്നു. ഇത്തവണ ഞങ്ങളുടെ സുരേഷ് ഗോപിജി തൃശ്ശൂർ എടുത്തിട്ട് തന്നെ കാര്യം അല്ല. പിന്നെ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല. തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിന് മേൽ ഇടുത്തി വീഴണ ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലെ ഭരണരാജാക്കന്മാർക്കുണ്ട്. കണ്ടോ, എത്ര തവണ തോറ്റാലും മാസ് ഡയലോഗുകൾക്ക് ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ഒരു പഞ്ഞുമില്ല. പിന്നെ സുരേഷ് ഏട്ടാ, TN പ്രതാപന് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. വീർ സവർക്കർ വന്നാൽ പോലും തൃശ്ശൂർ ജയിക്കാൻ പോകില്ലെന്നാണ് പ്രതാപൻ പറയുന്നത്. അവർ പറയും, പിന്നെ അല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവർ പറയുമോ? ഇല്ലല്ല, പറയൂ, അങ്ങനെ പറയൂ. അവരുടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്. സുരേഷ് ഏട്ടന് എന്തൊരു വലിയ മനസ്സാന്നറിയോ? ചുവരെഴുതാൻ പോലും അദ്ദേഹം പ്രവർത്തകരെ ഒറ്റയ്ക്ക് വിട്ടില്ല, മൂപ്പര് തന്നെ പോയി ചുവരെഴുതി. സുരേഷ് ഏട്ടന് എന്തൊരു കെയറിംഗ് ആണ്. പ്രവർത്തകർക്ക്, ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു എന്നേ ഉള്ളൂ. സുരേഷേൻ്റെ മാസ് ഡയലോഗ്, സുരേഷേൻ്റെ കെയറിങ്, സുരേഷേൻ്റെ മതസൗഹാർദ്ദം ആരൊന്നും മറക്കല്ലേ. ഈ സുരേഷ് ഗോപിജിയെ നിങ്ങൾക്ക് വേണ്ടേ ഗൈസ്? ഒന്നുമില്ലെങ്കിലും സ്വയമേ വന്ന് ചുവരെഴുത്ത് നടത്തുന്ന സുരേഷ് ഗോപിജിനെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയണില്ലേ? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനപ്പുറമാണ് സുരേഷ് ഏട്ടൻ്റെ കെയറിങ്. മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോട് അദ്ദേഹത്തിന് എന്തൊരു സ്നേഹമാണെന്നോ എന്തൊരു ഇഷ്ടമാണെന്നോ ഞെക്കി പിഴിഞ്ഞ് സ്നേഹിക്കാൻ തോന്നുന്നുണ്ടല്ലേ സുരേഷ് ഏട്ടാ? വെള്ളം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഓരോരുത്തർ എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ ഷോയാണ് നടത്തുന്നത്. പക്ഷെ ഞങ്ങളുടെ സുരേഷ് ഗോപിജിന് ഇതിനൊന്നും കിട്ടില്ല കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ? അത് അദ്ദേഹം പാവം, എപ്പോഴും സ്നേഹത്തിന്റെ പാതയിൽ മാത്രം. ഇത്തവണ ഇവിടെ എത്ര താമര വിരിയോ എന്തോ. സുരേന്ദ്രൻജിയുടെ പദയാത്ര കൂടി ആയപ്പോ തികഞ്ഞു. ഇത്തവണ നമ്മുടെ BJP നേതാക്കൾ ഒരു വലസും. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആരാണ് BJPയിൽ എത്തിരിക്കുന്നത്? നമ്മുടെ PC ജോർജ് അല്ലേ? അതിന്റെ ഒരു ഐശ്വര്യം പാർട്ടിക്ക് കിട്ടാണ്ടിരിക്കോ? എന്റെ ഒരു ചിന്തയാണ്. എന്റെ ഒരു ചിന്തയിൽ ഒരു 5 സീറ്റ് കൂടുതൽ കിട്ടും, 5 കൂടുതൽ കിട്ടുന്ന എന്റെ ഒരു കണക്ക്. 5 മണ്ഡലങ്ങളിൽ പോത്തു നിൽക്കുന്ന താമര, ആഹാ എത്ര മനോഹരമായ കാഴ്ചയാണ്. അതിനു വേണ്ടിയുള്ളതായിരിക്കും ഇനി ഞങ്ങളുടെ ജോർജ് ഏട്ടന്റെ പ്രയത്നങ്ങൾ. മാത്രമല്ല, ബീഫൊക്കെ പുള്ളി ഫുഡ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയില്ലേ? വെജിറ്റേറിയൻ ആവാൻ പോവാ. എന്തിനാ? ആക്റ്റീവായി ഹെൽത്തി ആയിട്ട് പ്രയത്നിക്കാൻ. അതിനെ ബീഫ് കഴിക്കുന്നൊന്നും BJPക്കാരോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ 1-ാം തരം കോഴിയുടെ ഇറച്ചി മനസ്സിലായോ? ആ കോഴിയാണ്, ബീഫും പറ്റില്ല. ഞാൻ ഇറച്ചി തിന്നും, മീൻ തിന്നും, എനിക്കിഷ്ടമുള്ളതൊക്കെ തിന്നും. ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യമായ പ്രശ്നങ്ങളൊന്നും നല്ലതാണ്. ഒരു വെജിറ്റേറിയനായ ഇതാവണം നമ്മുടെ ഒരു BJP പ്രവർത്തകൻ മുടുക്കൻ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ഇനി കോൺഗ്രസിന്റെ കാര്യം. നിങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് എന്നൊരു ചിന്തയല്ലേ ഉള്ളൂ. കഷ്ടം തന്നെ. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും അഴിമതിക്കെതിരെ, അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ആകെ ഒരു കോൺഗ്രസ് അല്ലേ എവിടെയുള്ളൂ? കോൺഗ്രസിന്റെ സമരാഗ്നി ആളിക്കത്തി തുടങ്ങി മക്കളെ. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പല്ല, ജനങ്ങളാണ് പ്രധാനം. ഞാൻ KPC അധ്യക്ഷനായ സമയത്ത് 140 നിയോജകമണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന ജനമഹായാത്ര എന്ന് പറഞ്ഞൊരു യാത്രയുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് മൈ ബൂത്ത് മൈ പ്രൈഡ്, എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞിരിക്കുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം. ഇതൊക്കെ തന്നെ കഴിഞ്ഞുകൊണ്ട് 140 നിയോജകമണ്ഡലത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് യാത്ര തിരുവനന്തപുരത്ത് പൂർത്തിയായ ഉടനെയാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നത്. വൻപിച്ച വിജയം 2020 ആയിരുന്നു ഞാൻ അന്ന് പ്രവചിച്ചത്. 20-ൽ 19 സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുടനെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്
ഇപ്പോൾ ഉള്ളതെന്ന കാര്യം സംശയമില്ല. അപ്പൊ ഈ കണ്ട പ്രതിഷേധ പരിപാടിയും തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയതാണോ? അതിനെങ്ങനെയാ? കോൺഗ്രസിന് എപ്പോഴും കഷ്ടകാലല്ലേ? ഇന്നും 100 കൂട്ടം പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴേക്കും ഞങ്ങൾക്കും വേണം സീറ്റ് എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയാ പ്രശ്നങ്ങൾ വരുന്നത്? INTUCക്ക് സീറ്റ് വേണമെന്നാണ് പുതിയ പ്രശ്നം. ഇതൊക്കെ മേലെ എങ്ങനെ പരിഹരിക്കുന്ന നേതാവേ? INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം ഒന്നും പറയാൻ അധികാരമില്ല. അങ്ങനെ പറയാനുണ്ട് അധികാരമുണ്ട്? ഒരിക്കലും അധികാരമില്ല. അങ്ങനെ പറയാനും പാടില്ല. പറയാൻ പാടില്ല അല്ലേ? പക്ഷെ INTUC പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സീറ്റ് ആർക്കും തീരെഴുതി കൊടുക്കേണ്ട ഗതികേടൊന്നും INTUCക്ക് ഇല്ല എന്നാണ് അവർ പറയുന്നത്. 16 സീറ്റിൽ ഒരു സീറ്റ് ഒരു INTUCയുടെ പ്രധാനപ്പെട്ട നേതാവിന് INTUCയുമായി ചർച്ച ചെയ്ത് കൊടുക്കണം. INTUC പ്രസിഡന്റ് ചന്ദ്രശേഖറിന്റെ സീറ്റല്ല. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഞാനാണല്ലോ ആ വ്യക്തി, അതുകൊണ്ട് അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കും. എല്ലാ സീറ്റും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 16 സീറ്റും INTUC പ്രവർത്തകന്മാരുള്ള നേതാക്കന്മാരുള്ള സീറ്റുകളാണ്. 16 20 സീറ്റിലും INTUCക്ക് ശക്തമായ സ്വാധീനമുള്ളതാണ്. ഹായ്, നല്ല രസം കേൾക്കാൻ. 20 സീറ്റിലും INTUC. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല മക്കളെ, ഇനിയും പരാതികളുണ്ട്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അവസാനിച്ചിട്ടില്ല. അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDFനും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അവതരിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇനി രീതി നോക്കിയിട്ട് എന്താ കാര്യം? ലീഗിന് 3ാമതൊരു സീറ്റും കൂടി വേണമെന്നാണ് അവർ പറയുന്നത്. ആകെ 20 സീറ്റുണ്ട്, 200 പേരുണ്ട്. പാവം ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ആക്കും? മുസ്ലിം ലീഗിൻ്റെ യോഗം കൂടി കഴിഞ്ഞ് അവർ ഒരു കൂടിയാലോചന നടത്തിയ ശേഷം അവരുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം UDFൻ്റെ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 14-ാം തീയതി, ഫെബ്രുവരി 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇവിടെ യോഗം വിളിച്ചിട്ടുണ്ട് UDFൻ്റെ സംസ്ഥാന ഏകോപന സമിതി. ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്ത് അന്ന് തന്നെ പ്രഖ്യാപിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രശ്നങ്ങളിൽ ഒന്നിലും തകർന്നു പോകുന്നവരല്ല കോൺഗ്രസ് എന്നറിയാലോ. നിങ്ങൾക്ക് ഇതൊക്കെ സ്ഥാനങ്ങളോടുള്ള അഭിനിവേശമായും ഐക്യമില്ലാത്ത പാർട്ടിയായിട്ടൊക്കെ തോന്നാം. പക്ഷെ ഇതൊന്നുമല്ല. കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് മക്കളെ. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തല്ലുപിടിക്കണത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. തൽക്കാലം ഇത് പറഞ്ഞു പിടിച്ചേക്കാം. മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിൽ ഒരു തർക്കവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാനുള്ള നല്ല മനസ്സ് ലീഗിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അതൊരു ഞങ്ങൾക്കൊരു ഭീഷണിയേ അല്ല. 2 തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ശക്തമാണ്. നമ്മളിപ്പോൾ നമ്മൾ നടത്തുന്ന പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഗമങ്ങളും ഒക്കെ നമ്മളൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ കരുത്തിലേക്ക് പോകുന്നു എന്ന് തെളിയുന്നില്ലേ? എന്നാലും കോൺഗ്രസിന് മാത്രം എന്താണ് ഇത്ര കഷ്ടകാലം? ഇന്നും അടിപിടി തന്നെ. ഐക്യമില്ലാത്തൊരു ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള പേര് മാത്രം ബാക്കി. ലീഗിന്റെയും INTUCയുടെയും സിറ്റിംഗ് MP-മാർക്ക് വരാതിണ്ടെങ്കിൽ അവരുടെയും പരാതിയൊക്കെ പരിഹരിച്ച് എന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണാവോ? എന്ത് വിധി ഇത്? അല്ല, കനലൊരു തരീന് ഈ വഴിയൊന്നും കാണാനില്ലല്ലോ. നിങ്ങളെ കാണുന്ന ദുഃഖേണ്ടതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. നിങ്ങൾ പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥികളെ, നിങ്ങൾ തീരുമാനിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിതമായ രീതിയുണ്ട്. ആ രീതി പ്രകാരം യഥാസമയത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. നമ്മുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്കണ്ഠകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആകാംക്ഷ കാണുന്നുണ്ട്. ഈ ആകാംക്ഷയും ഉത്കണ്ഠയും ഒന്നും ഉണ്ടാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അത് വളരെ വേഗം ഉണ്ടാകും. ഓ ആയിക്കോട്ടെ, അത് കേട്ടാ മതി നമുക്ക്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് എന്നാന്നും കൂടെ അറിഞ്ഞാൽ മതിയല്ലേ? അറിയില്ലല്ലോ. അതൊക്കെ നരേന്ദ്രമോദി എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇതേ അനുഭവമാണ് അദ്ദേഹത്തിന്റെ പരിപാടി നോക്കിയാൽ മതി. ഏറ്റവും അവസാനം വെക്കുന്ന പരിപാടി ഏതാ നോക്കുക, എന്നിട്ട് ഏതാണ്ട് ഡേറ്റ് തീരുമാനിക്കാം. ആ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. കാരണം ഇതെല്ലാം അനുബന്ധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണെന്നാണ് പറയുക. പക്ഷേ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ ഇവർ ശരിക്ക് ഇവരുടെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആയാലും CAG ആയാലും CBI ആയാലും ED ആയാലും എല്ലാ സെൻട്രൽ ഏജൻസികളും. ഡോണ്ടു അങ്ങനെ ഒരു ടോക്ക് ഇവിടെ വേണ്ടട്ടാ. മോദിജിക്കെതിരെ മിണ്ടിയിട്ട് ആരും ഇവിടെ ആളാവാന്ന് കരുതണ്ട. BJPയുടെ പദയാത്രയായും കോൺഗ്രസിന്റെ പ്രതിഷേധ സമരാഗ്നിയായും LDFന്റെ ഡൽഹി സമരമായും തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മേലെ ഇനി നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ചയാണ്. നന്ദി, നമസ്കാരം.